ഹലോ റൈഡേഴ്സ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് KTM. സോ നമുക്കിന്ന് Gen 2-ൽ നിന്ന് Gen 3 Duke 390-യുടെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ എഞ്ചിൻ തന്നെ നോക്കാം. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓൾ ന്യൂ ലിക്വിഡ് കൂൾഡ് കോമ്പാക്ട് എഞ്ചിനാണ് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്, വിച്ച് പ്രൊഡ്യൂസസ് 46 bhp ഓഫ് പവർ ആൻഡ് 39 Nm ഓഫ് ടോർക്ക്. നമുക്ക് ഇതിനകത്ത് വരുമ്പോൾ ഓൾഡർ വേർഷനിലേക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ലാർജർ എഞ്ചിനായിരുന്നു. അതേ കണക്ക് തന്നെ പവർ സൈഡിലേക്ക് വരുമ്പോഴും ഓൾഡർ വേർഷൻ നമുക്ക് 43.5 bhp ആയിരുന്നു പവർ വന്നുകൊണ്ടിരുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മോർ പവർഫുൾ ആൻഡ് മോർ ടോർക്കി എഞ്ചിനാണ് നമുക്ക് പുതിയ ഡ്യൂക്ക് 390-ൽ വന്നിരിക്കുന്നത്. അടുത്ത മേജർ ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റും അതേപോലെ തന്നെ സസ്പെൻഷനും സെയിം ടൈം നമ്മളെ TFT ഡിസ്പ്ലേ. ഇത്രയും മേജർ ചേഞ്ചസ് ആണ് നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പഴയ വേർഷനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് കൂടുതലായിട്ടുള്ള, എന്നാൽ DRLs കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഹെഡ്ലൈറ്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തതായി നമുക്ക് അതിന്റെ സസ്പെൻഷൻ, റിയർ സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിലും അലോയ് വീൽസ് ആണെങ്കിലും അതേ കണക്ക് തന്നെ നമ്മുടെ സ്വിംഗ് ആം ആണെന്നുണ്ടെങ്കിലും പഴയ വേർഷനായിട്ട് എൻറ്റയർലി ചേഞ്ച്ഡ് ആണ്. അതായത് നമ്മൾ സസ്പെൻഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം, പഴയ വണ്ടി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ടൈം അലോയ് വീൽസ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അലോയ് വീൽസ് ആണ് നമ്മുടെ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയിൽ വെയിറ്റ് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സ്വിംഗ് ആം. സ്വിംഗ് ആം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ബനാന സ്വിംഗ് ആം ആണ്. അത് നമുക്ക് പഴയ വണ്ടിയിൽ നിന്ന് എൻറ്റയർലി ചേഞ്ച് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫോർ എനി KTM, കോൺടാക്ട് സാരഥി KTM.